ആധാർ കാർഡ് ഉപയോഗിച്ച് ലോൺ ലഭിക്കുന്നതിനെക്കുറിച്ചുള്ള വിശദാംശങ്ങൾ. ആധാർ കാർഡ് ഒരു തിരിച്ചറിയൽ രേഖയായും ഐഡന്റിറ്റി പ്രൂഫ് വിലാസരേഖയായും അഡ്രസ് പ്രൂഫ് അംഗീകരിക്കപ്പെടുന്ന ഒരു പ്രധാന രേഖയാണ്. ലോൺ അപേക്ഷിക്കുമ്പോൾ KYC നോ യുവർ കസ്റ്റമർ നടപടിക്രമങ്ങൾ പൂർത്തിയാക്കാൻ ഇത് സഹായിക്കുന്നു. ആധാർ അധിഷ്ഠിത KYC സംവിധാനം പേപ്പർ രഹിതവും വേഗത്തിലുള്ളതുമായ വെരിഫിക്കേഷൻ സാധ്യമാക്കുന്നു. ഇത് ലോൺ അപേക്ഷാ പ്രക്രിയ എളുപ്പവും വേഗവുമാക്കുന്നു. ആധാർ കാർഡ് ഉപയോഗിച്ച് ലഭിക്കുന്ന ലോണുകൾ. സാധാരണയായി ആധാർ കാർഡ് ഉപയോഗിച്ച് ലഭിക്കുന്ന പ്രധാന ലോൺ പേഴ്സണൽ ലോണാണ്. ഇത് കൂടാതെ ചില സർക്കാർ പദ്ധതികൾക്ക് കീഴിൽ ആധാർ കാർഡ് നിർബന്ധിത രേഖയായി വായ്പകൾ ലഭിക്കാറുണ്ട്. ഉദാഹരണത്തിന് PM സ്വനിധി പദ്ധതി, PM സ്വാനിധി യോജന വഴിയോര കച്ചവടക്കാർക്ക് ആധാർ കാർഡ് ഉപയോഗിച്ച് ഈടില്ലാതെ വിതൗട്ട് കൊളാട്രൽ വായ്പ നൽകുന്നു. ആധാർ കാർഡ് ഉപയോഗിച്ച് ലോൺ ലഭിക്കുന്നതിനുള്ള ഘട്ടങ്ങൾ. 1. ലോൺ ഓഫറുകൾ കണ്ടെത്തുക. വിവിധ ബാങ്കുകളുടെയും ധനകാര്യ സ്ഥാപനങ്ങളുടെയും വെബ്സൈറ്റുകൾ സന്ദർശിക്കുക. ആധാർ കാർഡ് ഉപയോഗിച്ച് ലഭിക്കുന്ന പേഴ്സണൽ ലോൺ ഓഫറുകൾ താരതമ്യം ചെയ്യുക. 2. ഓൺലൈൻ അപേക്ഷ. ഓൺലൈനായി അപേക്ഷിക്കുക. അപ്ലൈ ഓൺലൈൻ എന്ന ഓപ്ഷൻ തിരഞ്ഞെടുത്ത് വ്യക്തിഗത വിവരങ്ങളും ലോൺ വിവരങ്ങളും നൽകുക. 3. ആധാർ വിവരങ്ങൾ നൽകുക. നിങ്ങളുടെ ആധാർ നമ്പർ നൽകി ആധാർ അധിഷ്ഠിത ഓതന്റിക്കേഷൻ ആധാർ ബേസ്ഡ് ഓതന്റിക്കേഷൻ പൂർത്തിയാക്കുക. നിങ്ങളുടെ ആധാർ കാർഡ് മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. ഇത് നടപടികൾക്ക് ആവശ്യമാണ്. 4. മറ്റ് രേഖകൾ സമർപ്പിക്കുക. ആധാർ കാർഡിന് പുറമെ നിങ്ങളുടെ വരുമാനം തെളിയിക്കുന്ന രേഖകളും സാലറി സ്ലിപ്പ്, ബാങ്ക് സ്റ്റേറ്റ്മെന്റ്, പാൻ കാർഡും മറ്റാവശ്യമായ രേഖകളും സമർപ്പിക്കുക. ചിലപ്പോൾ അധിക രേഖകൾ ആവശ്യപ്പെടാം. 5. വെരിഫിക്കേഷൻ അംഗീകാരം വിതരണം. സമർപ്പിച്ച രേഖകൾ വെരിഫൈ ചെയ്ത ശേഷം ലോൺ അംഗീകാരവും തുക ബാങ്ക് അക്കൗണ്ടിലേക്ക് വിതരണം ചെയ്യുകയും ചെയ്യും. ലോൺ ലഭിക്കുന്നതിനുള്ള യോഗ്യത മാനദണ്ഡങ്ങൾ. പൊതുവായി പ്രായം. സാധാരണയായി 21-നും 60-നും ഇടയിൽ പ്രായമുള്ളവർക്കാണ് വായ്പ ലഭിക്കുക. ചില വായ്പ ദാതാക്കൾ 65 വയസ്സുവരെയും വായ്പ നൽകുന്നു. ദേശീയത ഇന്ത്യൻ പൗരനായിരിക്കണം. വരുമാനം. സ്ഥിരമായ വരുമാനമുള്ളവർക്ക് മുൻഗണന. ശമ്പളമുള്ളവരാണെങ്കിൽ ഒരു നിശ്ചിത മിനിമം മാസ വരുമാനം ഉണ്ടായിരിക്കണം. ഉദാഹരണത്തിന് 15,000 രൂപ, 25,000 രൂപ. സ്വയം തൊഴിൽ ചെയ്യുന്നവർക്കും വായ്പ ലഭ്യമാണ്. ക്രെഡിറ്റ് സ്കോർ 650 മുതൽ 700 വരെ അല്ലെങ്കിൽ അതിൽ കൂടുതലുള്ള ക്രെഡിറ്റ് സ്കോർ CIBIL സ്കോർ വേഗത്തിൽ വായ്പ ലഭിക്കുന്നതിനും കുറഞ്ഞ പലിശ നിരക്ക് ലഭിക്കുന്നതിനും സഹായിക്കും. ആധാർ കാർഡ്. സാധുവായ ഒരു ആധാർ കാർഡ് നിർബന്ധമാണ്. ഇത് അപേക്ഷകന്റെ മൊബൈൽ നമ്പറുമായി ലിങ്ക് ചെയ്തിരിക്കണം. പാൻ കാർഡ് നിർബന്ധമാണ്. മിക്കവാറും എല്ലാ സാമ്പത്തിക ഇടപാടുകൾക്കും ഇത് ആവശ്യമാണ്. ബാങ്ക് അക്കൗണ്ട്. ലോൺ തുക സ്വീകരിക്കുന്നതിനും തിരിച്ചടവ് നടത്തുന്നതിനും ഒരു ബാങ്ക് അക്കൗണ്ട് ആവശ്യമാണ്. പ്രധാനപ്പെട്ട കാര്യങ്ങൾ ശ്രദ്ധിക്കുക. ആധാർ കാർഡ് ഒരു പ്രധാന രേഖയാണെങ്കിലും മിക്ക ബാങ്കുകളും മറ്റ് അനുബന്ധ രേഖകളായ പാൻ കാർഡ്, വരുമാന രേഖകൾ, ബാങ്ക് സ്റ്റേറ്റ്മെന്റുകൾ എന്നിവയും ആവശ്യപ്പെടാറുണ്ട്. ആധാർ കാർഡ് മാത്രം മതി എന്ന് പറയുന്ന പരസ്യങ്ങളിൽ ജാഗ്രത പാലിക്കുക. വ്യത്യസ്ത ബാങ്കുകൾക്ക് വ്യത്യസ്ത പലിശ നിരക്കുകളും പ്രോസസിംഗ് ഫീസും മറ്റ് ചാർജുകളും ഉണ്ടായിരിക്കും. അപേക്ഷിക്കുന്നതിന് മുമ്പ് ഇവയെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കുക. നിങ്ങളുടെ ക്രെഡിറ്റ് സ്കോർ മികച്ചതാണെന്ന് ഉറപ്പാക്കുക. ഇത് ലോൺ അംഗീകാരം ലഭിക്കുന്നതിനും മികച്ച പലിശ നിരക്കുകൾ നേടുന്നതിനും സഹായിക്കും. ആധാർ കാർഡ് ലോൺ അപേക്ഷാ നടപടികൾ വേഗത്തിലാക്കുകയും ലളിതമാക്കുകയും ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഗുണം. ഇതുപോലുള്ള വീഡിയോകൾ കാണുവാൻ ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക.